ഹലോ. ഇന്ന് ഞങ്ങള് നിളാന്റെ അരങ്ങേറ്റത്തിന് വേണ്ടി മൂകാംബിക പോവാണ്. അപ്പൊ അവിടെ ഒരു ചങ്ങായി ഉണ്ട്, ചെറിയ ചങ്ങായി. അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ആദിയുണ്ട്, ഞങ്ങളവിടെ ബിന്ദു ചേച്ചി ഉണ്ട്. ബിന്ദു ചേച്ചി വണ്ടിയിലോട്ട് കയറി. കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ബിന്ദു ചേച്ചിനെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. കാർ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് അവിടുന്ന് ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ബാക്കി ട്രെയിനിലായിരിക്കും പോകും. അപ്പൊ ട്രെയിനിലേക്ക് അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാണ്. ബിന്ദു അമ്മായി ഇവിടെ ഉണ്ട്, അമ്മച്ചനും അമ്മമ്മയും കോഴിക്കോടേക്ക് സ്റ്റേഷനിലേക്ക് എത്തും. ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്. കറക്റ്റ് 10 മണി. 10 മണിക്ക് വണ്ടി എടുക്കുക. അങ്ങനെ കൃത്യം 11 മണിക്ക് ഞങ്ങള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്താ വീണോയോ? കവർ പൊട്ടിയോ? ന്യൂട്ടൻ ഉറക്കം വരുന്നുണ്ട്. പറഞ്ഞേ എങ്ങോട്ട്? ഇനി കർണാടകക്കാരിയാവും. അങ്ങനെ സ്റ്റേഷനിലെത്തി. ഇനി അത്യാവശ്യം സമയമുണ്ട്. 12 മണിക്കാണ് വണ്ടി. ഒരു 11:15 ആവുന്നേ ഉള്ളൂ. 11:10 ഉള്ളൂ. ന്യൂട്ടൻ എപ്പോഴേ സൈഡായി. ന്യൂട്ടൻ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട്. എന്തായാലും TV കാണാൻ തുടങ്ങിയില്ല, മൊബൈൽ കാണാൻ തുടങ്ങിയില്ലേ? എന്റർടൈൻമെന്റ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ എന്റർടൈൻമെന്റ് തന്നെയുള്ളൂ. ഇനി ഒരു 3/4 മണിക്കൂറൂടെ പോസ്റ്റാ. നേരത്തെ എത്തിപ്പോയി. അങ്ങനെ ന്യൂട്ടന്റെ ഉറക്കൊക്കെ ഞാൻ കളഞ്ഞു. 11:45 ചെക്കൻ ആവിട്ടിരിക്കുകയായിരുന്നു. എന്ത് കാര്യമുള്ളത്? എനിക്കറിയാം. ലിറ്റിൽ ഹാർട്സ് അല്ലേ? അങ്ങനെ ലിറ്റിൽ ഹാർട്സ് മേടിച്ചു. ന്യൂട്ടൻ കഴിച്ചില്ല. ലിറ്റിൽ ഹാർട്സ് ആവിടുന്നുണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ കോച്ച് പൊസിഷൻ 12 ആണ് കേട്ടോ, S4-ൻ്റെ. അപ്പോൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അമ്മയും അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. എന്തുവാടേ പൂളാർത്തതാ? എവിടെ നട്ടി? അമ്മച്ചനും അമ്മമ്മ എത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണമാമനും എത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണമാമനോട് പോയി. ഉണ്ണിക്കണ്ണമാമൻ അത് അവിടുന്ന് വെള്ളം വാങ്ങി വരണം. എടാ വെള്ളം വേണം. ട്രെയിൻ വരാനായിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് വരും. ട്രെയിൻ ലേറ്റാണ് ഗേസ്, ലേറ്റാണ്. 12:05 12:30 അത്ര ട്രെയിൻ വരിക. ന്യൂട്ടൻ വർക്കൊക്കെ കുറേശ്ശെ തെളിഞ്ഞത് മാമൻ്റെ കെട്ടിപ്പിടിച്ച് കുത്തിരിക്കുക. ഒരു സെറ്റ് ടീം ഇത് അവിടെ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബിന്ദു ചേച്ചി മാത്രം ഒറ്റയ്ക്കായി പോയി S1-ല്. ബിന്ദു ചേച്ചിനെ കയറ്റി വിട്ടിട്ട് ഞാൻ S4-ക്ക് പോകുന്നിട്ട് ട്രെയിൻ കാത്തിട്ട് അപ്പം വരും. നമ്മളെ വണ്ടി ആയക പയ്യെ വരുന്നുണ്ട്. എറണാകുളം ഒക്കെ വണ്ടി എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ചേച്ചി S1-ലാണ്. S1 ഈ 15-ൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ചെറുക്കന്മാരിവിടെ ബർത്തില്, അമ്മ ഇവിടെ, അച്ഛൻ അവിടെ. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ കയറി. കാണുന്ന ബർത്ത് ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങി. ഇനി നാളെ രാവിലെ 7 മണിയാകുമ്പോൾ വൈകുന്നേരം എത്തുന്നത് പറഞ്ഞു. അപ്പോൾ 11 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം എത്തിയിട്ട് കാണാം.
ബർത്തായിരുന്നു, ബിന്ദേശീൻ്റെ ബർത്ത്, ലോവർ ബർത്തായിരുന്നു. ഏതാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാറായി. സമയം 6:47. ഏതാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാറായി. ബിന്ദേശീനെ കൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ട് വന്നു. ബാക്കി അവരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മൾ കുന്താപുരം എത്തി. അടുത്ത സ്റ്റോപ്പ് ബൈന്ദൂർ. നല്ല മഴയാണ്, ആരുടെടുത്തും കുടയൊന്നുമില്ല. ട്രെയിന് വീണ്ടും ലേറ്റാണ്. ഞങ്ങളിപ്പോൾ കുന്താപുരം പിന്നിട്ട് ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല അടിപൊളി പാടങ്ങളുണ്ട്. നല്ല അടിപൊളി കാഴ്ചയാണ്. കർണാടകയിലാണെങ്കിലും ശരിക്കും നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ അവിടേക്ക് കാണാൻ വേണ്ടിയിട്ട്. നടുക്ക് ചെറിയ ചെറിയ വീടുകൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ കൂടെ ചെറിയ ചില വീടുകൾ വലിയതുണ്ട്. ഇതൊക്കെ ഫാക്ടറി എന്താണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ ബൈന്ദൂർ എത്തിയിരിക്കുന്നു. ബൈന്ദൂർ ഇറങ്ങാൻ പോവാണ്. ചെറിയ പൊടിമഴയുണ്ട്, പൊടിമഴ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. നീ കിട്ടോ എന്താ കഴിക്കണേ? വീഴോ വിചാരിച്ച് പേടിച്ച്. അങ്ങനെ എല്ലാരും ഒരു എല്ലാരും ഒരു സമാധാനത്തിന് അരിയുണ്ട കഴിക്കാം. നടക്കുകയാണ് ഗൈസ്, നടക്കുകയാണ്. ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ബൈന്ദൂർ ബസ് സ്റ്റാൻഡിലെത്തി. നല്ല മഴയായിട്ട് പെട്ട് കിടക്കുക. നല്ല മഴയാ. നീട്ടെന്താ ബസ് കയറിയിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇതാ. സബേട്ടനും കൂടി വരാൻ കാത്തിക്കാം. ബസ്സിൽ കയറിയിരുന്ന് പോസ്റ്റായിരിക്കാം. ബസ് എടുക്കുന്നില്ല. 8:45. ഡ്രൈവർ കയറിയുണ്ട്, കയറുന്നുണ്ട്. ബൈന്ദൂരിന്ന് കൊല്ലൂരിലേക്ക് ഒരാൾക്ക് 43 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഞങ്ങൾ 8 പേർക്ക് 344 രൂപയും ഒരു മോക്ക് 22 രൂപ ഹാഫ് ടിക്കറ്റും. ആണല്ലേ, നല്ല രസം കേട്ടോ. ഈ മഴക്കാലത്ത് ഇതിലൊക്കെ കാണാനേ നല്ല ഭംഗിയാണ്. അറിയാം, പച്ചപ്പായിട്ട്. ഒമ്പത് 52 മൂകാംബിക എത്തി. ഇതാണ് നമ്മളെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കണം. ഇപ്പോൾ ഒരു തെളിച്ചുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ മൂടുകയും ചെയ്തു. നല്ല വിശക്കുണ്ട് തോന്നുന്നല്ലേ? അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിനോടടുത്ത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ. അമ്പലം ഈ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പുറകിൽ നല്ല മഞ്ഞ് പോലെയൊക്കെ ആയിട്ട് മലകൾ. ഇപ്പം ചെറിയൊരു തെളിച്ചം വന്നിട്ടുണ്ട് വെയിലിന്. എപ്പോഴാണ് പെയ്യാന്നറിയില്ല. മഴ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കുടജാദ്രിക്ക് പോകുന്ന വണ്ടികളാട്ടോ. 38 കിലോമീറ്ററാണ് കുടജാദ്രിക്ക് എന്നാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ റൂം ഇങ്ങോട്ടായിട്ടാണ്. നേരെ അവിടേക്ക് അറ്റത്താണ് അമ്പലത്തേക്കുള്ള വഴി.
ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ലളിതാംബികയിലെ റൂം കിട്ടി. 135, 128, 127, 132 അങ്ങനെ റൂം കിട്ടിയത്. അങ്ങനെ 2 ബെഡ്റൂമുണ്ട്, ഒരു ബോർഡുണ്ട്, 2 കസേരയുണ്ട്, അവിടെ ഒരു മിററുണ്ട്, അവിടെ ഒരു സ്റ്റാൻഡ് പോലെയുണ്ട്, പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്, ബാത്റൂം, അവിടെ അവിടെ ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ ബാൽക്കണി കുഴപ്പമില്ല, വേണമെങ്കിൽ വന്നിരിക്കാന്നേ ഉള്ളൂ. നമുക്ക് ബാത്റൂമും കൂടി നോക്കാം. ബാത്റൂമൊക്കെ സ്റ്റാൻഡേർഡ് സാധാ ഇന്ത്യൻ ടോയ്ലറ്റാണ് കേട്ടോ. ചൂടുവെള്ളം ഉണ്ട് തോന്നണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഫുഡും കൂടിയാണ് മീൽസ് പറഞ്ഞ്. പൂരി മസാല ഉണ്ട്, റൈസ് ഉണ്ട്, പിന്നെ തൈര്, ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു മസാല, സാമ്പാർ, അച്ചാറ്, പപ്പടം ഒക്കെ ഉണ്ട്. എല്ലാവരും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ചാണ്. ഒന്നുമില്ല, വീഡിയോയാ. ഇവിടുന്ന് കുടജാദ്രിക്ക് 38 കിലോമീറ്റർ. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത്. ഒരാൾക്ക് 570 രൂപയായിട്ടുണ്ട് ഇപ്പോൾ ചാർജ്. അത് ഒരു ജീപ്പ് എടുക്കുകയാണെങ്കിൽ 570 അങ്ങനെ കൊടുക്കാൻ വേണം. പിന്നെ അവിടെ ഒരു പാസ് എടുക്കാനുണ്ടോ, പാസിൻ്റെ പൈസയും കൂടി കൊടുക്കാനുണ്ട്. ഞങ്ങൾ 5 പേരുള്ളത്. ഇനി ഒരു 3 പേരും കൂടി വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി നിൽക്കുകയാണ്. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, എത്താൻ 1.5 മണിക്കൂർ എടുക്കും. അതുപോലെ തിരിച്ചിങ്ങോട്ട് വരാൻ 1.5 മണിക്കൂർ എടുക്കും. പിന്നെ 1.5 മണിക്കൂർ നമുക്ക് അവിടെ നിന്ന് നടക്കാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ്. ഇവിടെയൊക്കെ സാധാരണ നല്ല റോഡ് കൂടി കിടക്കുന്നു. മുഴുവനും കാട്ടുകൾ കയറിയിട്ടാണ് പോകുന്നത്. കയറ്റാണ്. നമ്മുടെ റോഡ് മാറുകയാണ്. ഇതുവരെ നമ്മൾ ഫോറസ്റ്റ് കൂടെ വന്നത്. ഇവിടെ നമ്മുടെ ഇനി ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അങ്ങാടികളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഷെട്ടി ലഞ്ച് ഫോം. ഇവിടെ ലഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ലഞ്ചുണ്ട്, ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, അത്ര തന്നെയേ ഉള്ളൂ. നമ്മളെ വണ്ടി ഇതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു. ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് അങ്ങാടികളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളെ റൂട്ട് മാറിയിട്ടോ, ഇടുന്നുണ്ട്. വേറൊരു ഷോർട്ട് വഴിയിലേക്ക് കയറി. ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. 570 രൂപയിൽ
500 രൂപ ഇവരെ വണ്ടിയുടെ പൈസയും 70 രൂപ ഇവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ. അങ്ങനെയാണ് 570. കണ്ടിട്ട് അങ്ങനെ തോന്നാറ് നന്നാക്കാൻ പറ്റാന്നുണ്ടാവില്ല. കിടക്കണോക്കി സൈഡില്ല കേട്ടോ. ജീപ്പ് സ്റ്റാൻഡ് എത്തിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ശങ്കരപീഠത്തിലെത്തി. ഇവിടുന്ന് 2 മണിയാകുമ്പോൾ എത്തി. ഇനി 1.5 മണിക്കൂറാണ് സമയം. 1.5 മണിക്കൂർ കൊണ്ട് അവിടെ കയറി ഇറങ്ങണം. അങ്ങനെ ഇവിടുന്ന് കയറാൻ തുടങ്ങാം. വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. ഈ ഉറവേന്ന് ഇങ്ങനെ കുമിള കൊണ്ടുവന്നു. പിന്നെ കയറുന്നിടത്തിലൊരു കുളമുണ്ട് കേട്ടോ. ഇതിൽ നല്ല മീനൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ നേരിയുണ്ട്. മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടാണെന്ന് തോന്നുന്നു പൈപ്പിൽ കൂടെ വരുന്നത്. കുടിക്കാൻ പറ്റുന്ന പറയുന്നത്. ഇനി ഇവിടുന്ന് കയറ്റം തുടങ്ങുകയാണ്. നല്ല കുത്തനെ കയറണം കേട്ടോ. ഇപ്പം തന്നെ കുറേശ്ശെ അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. കയറുന്ന ക്ഷീണം എന്ന് അറിയൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും സ്ഥലം അടിപൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഈ സമയമായിട്ട് തോന്നുന്നുണ്ട്. കുന്നിൻ്റെ മേലെ കൂടെയൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് കയറി വരുന്നുണ്ട്. കയറി എൻ്റെ മേലെ എത്തിയിട്ടാ. ഞങ്ങൾ കുറേ താഴെയാ. വീഡിയോയിൽ ഭംഗി കാണുമെന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാട്ടോ സ്ഥലം. ഇനി അതിലേ കയറി പോകണം. അച്ഛൻ കയറിപ്പോയ റൂട്ട് മാറിപ്പോയി തോന്നുന്നുണ്ട്. അച്ഛൻ അവിടെ മേലെ അതിലേ ആവുമെന്ന്. അതിലെ പോയാൽ പോകാൻ പറ്റുമായിരിക്കും. വീണ്ടും കയറ്റം തുടരുകയാണ് ഗൈസ്. ഇപ്പോഴുള്ള സ്റ്റേജ് അങ്ങനെയാണ്. അതെ, കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിൽ കോടമഞ്ഞ് കയറി തുടങ്ങിട്ടാ. താഴെ നല്ല കോട കയറിയിട്ടുണ്ട്. നല്ല ഉച്ച സമയമാണ്, 2:30. പക്ഷെ നല്ല കോടമഞ്ഞ. അച്ഛനെ വരുമ്പോൾ കൂടെ നടക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കൂടെ പോവാ. നല്ല മഞ്ഞ് മൂടിയില്ലേ? ഇപ്പം അങ്ങോട്ട് മൂടിയതാ. ഇപ്പൊ ഉച്ചക്ക് 2:30 സമയം. ബ്രീത്ത് പ്രശ്നം ഉണ്ടോ? അച്ഛൻ പേടിക്കുന്ന പോലെ തന്നെയാട്ടോ കാര്യങ്ങള്. ഇവിടെ നിന്ന് അങ്ങനെ സ്ലിപ്പായിട്ട് ഈ പുല്ലുമ്മലെങ്ങനെ ചവിട്ടി താഴെ പോയാൽ
പിന്നെ എവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. താഴോട്ട് കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും വലിയ കൊക്കയാണ്. ഒന്നും കാണാനില്ല കേട്ടോ. കുറച്ച് ദൂരേക്ക് അപ്പുറത്ത് അമ്മേനെ ഒന്നും കാണാണ്ടേ ഉണ്ട്. കുറച്ച് ദൂരേക്കൊന്നും കാണില്ല. അമ്മ വല്ല പുകയിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. കയറി അതിൻ്റെ മേലെത്തി. ഇനി ഇങ്ങനത്തെ ഒരു വഴി, കാട് വഴി. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉരുളൻ കല്ലുകൾ ചവിട്ടി ചവിട്ടി കയറണം. അങ്ങനെ ആ ഏരിയ ഒക്കെ കഴിഞ്ഞു. എന്താ ഒരു കല്ലുകളോട് കൂടിയുള്ളൊരു സ്ഥലത്തി. ഇവിടെ ഒന്നും നനവൊന്നുമില്ല കേട്ടോ. മഴ ഒന്നും അങ്ങനെ പെയ്തില്ല, അങ്ങോട്ട് പെയ്യാത്ത പോലെ ഉണ്ട്. ഡ്രൈ ആയി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അടിപൊളി വ്യൂ കേട്ടോ. എമ്മാതിരി സ്ലോപ്പ് താഴെ വരെ. താഴെ എവിടെയോ ആണ് കിടക്കുന്നത്, കാണാൻ പോലും പറ്റുന്നില്ല. ഇനി ഇതാ ഈ വഴിക്ക് ഇങ്ങനെ കയറി പോകണം. എന്താ അണയ്ക്കുന്നുണ്ടോ? അണയ്ക്കുന്നുണ്ടോ? നല്ല സുഖമുണ്ടല്ലേ? ശബരിമലക്കാട്ടും കയറാണ്ടോ? കേറാനല്ല വഴിയേ. ആ മറ്റേ സിമന്റിട്ട വഴി കൂടെ നടന്നുള്ളല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പുൽമേട് വഴി പോയതല്ലേ, അത് പിന്നെ വേറെയാണ്. നമ്മൾ എത്താറായി ഉണ്ട് തോന്നുന്നു. അച്ഛൻ അവിടെ എത്തിയായിരുന്നു വിളിച്ച്. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർവജ്ഞ പീഠം എത്തി. കാണുന്നില്ല തോന്നുന്നുണ്ട്, ഫുള്ള് കോടയാണ്, പുക. അങ്ങനെ സർവജ്ഞ പീഠം എത്തി. ഇതാ നല്ല കോടയാണ്, അതുകൊണ്ട് ശരിക്കും ക്ലിയർ ആവുന്നുണ്ടാവില്ല. വെയിലിന് അത്യാവശ്യം ചൂടൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ, കോടയാണെങ്കിലും. നല്ല വെള്ളം അങ്ങനെ സർവജ്ഞ വീടൊക്കെ കണ്ട് പോവാണ്. അങ്ങനെ അച്ഛനും കയറിയെത്തി, അമ്മയും കയറിയെത്തി. അതെ, ഇനി വേഗം എത്തണം തിരിച്ച്. അങ്ങനെ അവിടെ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് 3:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 3:05 3:10 ആവറായി. എത്തുമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഇനി വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഷൂട്ട് ചെയ്ത് പോയ സ്ഥലമാണ്, പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഒന്നും കൂടി വീഡിയോ എടുക്കണം തോന്നി. താഴേക്കുള്ള ഡെപ്ത്, ഇപ്പം താഴേക്ക് കോടയൊക്കെ കുറേ പോയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് അവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അച്ഛനത് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ഇവിടെയൊക്കെ കോടയായിരുന്നു. അപ്പോൾ തിരിച്ചു ഇറങ്ങുമ്പോഴും ഒരു ക്ലിപ്പ് എടുക്കാമെന്ന് കരുതി. അത്യാവശ്യം നല്ല ഡേഞ്ചറാട്ടോ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഒരു സേഫ്റ്റിയും ഇല്ല. റൈറ്റ് സൈഡിലേക്ക് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ കിടക്കാം. എന്തൊക്കെയായാലും 3:35 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ. 3:05 പുറപ്പെട്ടതാണ്. 1/2 മണിക്കൂർ കൊണ്ട് തിരിച്ചിറങ്ങി. 1 മണിക്കൂർ എടുത്തു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. അച്ഛനും ഉണ്ണിക്കണ്ണും കൂടി എത്താനുണ്ട്. എന്നാലും അവരിപ്പം തന്നെ എത്തുമായിരിക്കും, അധിക സമയം വൈകാതെ എത്തുമായിരിക്കും.
അങ്ങനെ തിരിച്ച് കൊല്ലൂരെത്തി. നല്ലൊരു യാത്രയായിരുന്നുണ്ടോ, അടിപൊളി യാത്രയായിരുന്നു. സമയം 5:20. ഇന്ന് മോളെ അരങ്ങേറ്റമാണ്. അരങ്ങേറ്റത്തിന് മേക്കപ്പിനായിട്ട് രാവിലെ തന്നെ എത്തിയതാണ്. ഒരു 5 മണിയാകുമ്പോൾ എത്തി. ഒരുങ്ങി റെഡി ആയിക്കൊണ്ടിരിക്കുക. മേക്കപ്പ് ഇട്ടവർക്ക് ഭക്ഷണം മാറി. എന്ത് മൂക്കുത്തിയപ്പോഴാ വേദനയായി? മൂക്കോട്ടയോ? എന്തായാലും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇരുത്ത ശരിയാവുന്നില്ലേ സ്വാതികാന്റെ? ഈ ഭാഗത്താണ് ഇരിക്കേണ്ടിന്ന്? അല്ലല്ലോ, റെഡി ആണല്ലോ. മൂകാംബികയിലെ രഥമാണ് കേട്ടോ. നമ്മളെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നമ്മളെ സ്റ്റേജിനോട് അടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. വലിയൊരു രഥം. രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥമാണെന്നാണ് തോന്നുന്നു. ഇവിടെ നിന്നാണ് നമ്മളെ മോളെ അരങ്ങേറ്റം ഉണ്ടാവുക. നേരെ തന്നെ മോള് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവിടെ പോയി ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വരണം. ഞങ്ങളിവിടെ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ദക്ഷിണ കൊടുത്ത് ഇറങ്ങാറായി. നേരം ഇപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദക്ഷിണ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു 100 രൂപ വെച്ചിട്ട് മാഷക്ക് ഉള്ള ദക്ഷിണ വേറെ ആയിട്ട് കൊടുത്ത് ഇറങ്ങണം. 11:30 സമയം. അതിൻ്റെയൊക്കെ തിരക്കിലും കാര്യങ്ങളിലുമാണ് എല്ലാവരും. ഇപ്പം ദക്ഷിണ കൊടുക്കുന്നത് ഇവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കാണ്. ഇവരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇനി സ്റ്റേജിലേക്ക് പോവാണ് എല്ലാവരും കൂടി. നിളയുടെ അങ്ങനെ കുറേ സമയം ബിസി ആയിരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം 4 മണിയായി. ഇനി 4 മണി കഴിഞ്ഞു. അതെ, ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിക്കാൻ പോവാണ്. 5:45 ബസ്. ഇനി റൂമിലെത്തണം, പാക്ക് ചെയ്യണം, ബസ് കയറണം, നാട് വിടണം. ഇതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്നു. ഭക്ഷണം കഴിച്ചു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ന്യൂട്ടൺ എന്താ ക്യാമറ ക്ലിക്ക് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇളക്കി ക്രാബ് വാങ്ങിച്ചു. അപ്പം അങ്ങനെയൊക്കെ. നല്ല വെയിലുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്കുണ്ട്. ഇന്ന് നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഭക്തജനങ്ങൾ ഇന്ന് കൂടുതലായിരുന്നു. അതേപോലെ വേറൊരു കാര്യം, ഇത് കാഞ്ചേച്ചിക്ക് വേണ്ടിയിട്ട് കുങ്കുമാർച്ചന നടത്തി. അതിൻ്റെ പ്രസാദമാണ്, കുങ്കുമാണ് അതിൽ. ഇനി ഒന്ന് സൗപർണിക വരെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സൗപർണിക പോകാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി റൂമിലെത്താം, തിരിച്ച് പാക്ക് ചെയ്യണം. കുറച്ചങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. റൂം വെക്കേറ്റ് ചെയ്യണം. ഒരു 5-5:15 റൂം വെക്കേറ്റ് ചെയ്യണം. നമ്മളെ വണ്ടി ഇതാണ്. ഇതിലാണ് മംഗലപുരം വരെ പോകുന്നത്. നൈ പിടിച്ചോ. ഇതിൽ മംഗലാപുരം പോയിട്ട് മാറി കയറിയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകണം. അങ്ങനെ ബസ്സിൽ കയറി. എനിക്ക് 2 സീറ്റ് ആണെങ്കിലും 3 സുഖമായിട്ട് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. നിളയ്ക്ക് ന്യൂട്ടനും ഒരു ബർത്ത് കിട്ടി. 2 കടന്നു. സൈഡായി ഇറങ്ങുകയാണ്.
മംഗലാപുരം എത്തിയിരിക്കണല്ലേ ഇനി. ഗുഡ് നൈറ്റ്. 2 മണിക്കൂറേ ഉള്ളൂ. ഞങ്ങളങ്ങനെ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി. മംഗലാപുരം പിന്നെ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങോട്ട് പോകണ്ട. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു ഓട്ടോ വിളിച്ചു. 2 ഓട്ടോയിൽ ഞങ്ങൾ 8 പേരും കുട്ടികളും കൂടി. ഒരു ഓട്ടോയിൽ നീട്ടനും കയറി, ഒരു ഓട്ടോയിൽ നിളയും കയറി, ബാക്കി 4 പേരും. അങ്ങനെ 8 പേര് ഓട്ടോ വിളിച്ചു. 200 രൂപ വാങ്ങിച്ചു ഒരു ഓട്ടോയ്ക്ക്. ഇനി 2 മണിക്കൂർ പോസ്റ്റാണ്. ഇപ്പം സമയം 9:45 ഉള്ളൂ. 11:45 വണ്ടി വരുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നതാടാ എന്നതാ? ഫ്ലൈ ഓവറൊക്കെ കയറി ഇറങ്ങി പോവുകയാണ്. ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇറങ്ങാൻ ലിഫ്റ്റ്. ചമ്മന്തി പറഞ്ഞ ആള് എണ്ണത്തിൽ കൂടുതൽ ആള് കയറി അതിന്റെ ഉള്ളില്. ഇനി ഇവിടെ ഇരുന്ന് ട്രെയിൻ എണ്ണി കുത്തിരിക്ക. അതേ നടക്കുള്ളൂ. എന്തോ ഒരു ഗുഡ്സ് വാഹനം പോകുന്നുണ്ട്. പെട്രോൾ വണ്ടിയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെട്രോൾ ആണ് കേട്ടോ. അതൊക്കെ ആ ഇതിൽ നിറയെ പെട്രോളാണ് പോകുന്നത്. വന്ദേ ഭാരത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഓൺ ടൈം ആയിട്ടുണ്ട്. ഏതാണ്ട് ഓടിയിട്ട് ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓടി കറക്റ്റ് ടൈമിന് 11:35 എത്തുന്ന അനൗൺസ് ചെയ്തു. ഇവിടെ പ്ലാറ്റ്ഫോം നിൽക്കുന്നത് കിഴക്ക് വടക്ക് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നില്ല എവിടെ നിന്ന് എങ്ങോട്ടാണ് വരിക എന്നുള്ളത്. ഞാൻ കരുതിയത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാ ട്രെയിൻ വരുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ട്രെയിൻ വരിക എന്നാ പറയുന്നത്. What a miracle! അപ്പൊ നമ്മളെ കമ്പാർട്ട്മെന്റ് S5-ലാണ്. കോഴിക്കോട് സ്റ്റേഷൻ എത്തിയിരിക്കുന്നു ഗൈസ്. 3:30 തന്നെ ഓൺ ടൈം ആണ് കോഴിക്കോട് ഏതാണ്ട്. ഇനി കോഴിക്കോട് നിന്നും കാർ എടുക്കണം, വീട്ടിൽ പോകണം. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങണം. 4ാമത്തെ പ്ലാറ്റ്ഫോമില് കയറുന്നതേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഇറങ്ങുന്നത് വർക്ക് ചെയ്യുന്നില്ല. അയ്മ കൂടെ ഇറങ്ങുന്നതിൽ നല്ല സ്റ്റെപ്പ് ഇറങ്ങ. അപ്പൊ ഇവിടുന്ന് പിരിയാലേ. അച്ഛനും അമ്മയും ഇവിടുന്ന് ഇനി വേറെ വഴിക്ക് പോവാണ്. നമ്മളെ വീട്ടിലേക്ക് ഇനിയിപ്പോ ഇവിടെ വെച്ച് നിർത്താം. ഇനി വീട്ടിൽ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ബൈ.